അപ്പോ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ കുട്ടികളൊക്കെ നല്ല വേഷകണി നല്ല രസകരമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു വിശദ വിവരങ്ങളൊന്ന് പറയുമോ? എൻ്റെ പേര് സൗന്ദർകൃഷ്ണ. വജ്ര ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് ആണ്. പാരമ്പര്യ കലാകാരനാണ്. തിരുവരങ്കത്ത് പാണനാർ പാരമ്പര്യ കലാകാരനാണ്. അപ്പോ എന്റെ ഫെലോഷിപ്പ് പഠിതാക്കളാണ് ഇവര്. എന്റെ ഉണ്ണികളാണ്. ഇവരെല്ലാവരും 12 വയസ്സിന് താഴെയുള്ള ഉണ്ണികളാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കലാരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാട്ടാണ്. അതായത് വെള്ളാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അന്യം നിന്നുകൊണ്ടിരിക്കുന്ന, വള്ളുവനാട്ടിലെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. നമ്മുടെ നാട്ടിലെ വള്ളുവനാട്ടിലെ കലാരൂപമാണ്. തിരുവരങ്കത്ത് പാണനാർ സമുദായക്കാര് വേലപൂരങ്ങളോടനുബന്ധിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി നടത്തി വരാറുള്ള ആചാര അനുഷ്ഠാന വേല വിളംബര കലാരൂപമാണ് വെള്ളാട്ട്. പാണന്റെ തെയ്യം എന്നും ഇതറിയപ്പെടുന്നു. നമ്മള് വേല വിളംബര കലകള് ഒരുപാട് നമുക്കറിയാം. അതായത് തിറ, പൂതൻ, കരിങ്കാളി, ഇതുപോലുള്ള മൂക്കൻചാത്തൻ, ഇതുപോലുള്ള ഒരു വേല വിളംബര കലാരൂപമാണ് എന്ത് വെള്ളാട്ട്. അപ്പോ ഈ കലോത്സവത്തിന് ഞാൻ വെള്ളാട്ട് പാട്ട് ആദ്യമായിട്ട് കലോത്സവ നാടൻപാട്ട് മത്സര രംഗത്തേക്ക് ആദ്യമായിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ആ വെള്ളാട്ടുപാട്ട് അവതരിപ്പിച്ച കുട്ടികളും ഇത് ഈ കൂട്ടത്തിലുണ്ട്. അപ്പോ എന്താന്ന് പറഞ്ഞാൽ ആർക്കും അറിയാതെ കിടക്കുന്ന ഒരു കലാരൂപം കൂടി ആയിരുന്നു. അപ്പോ ഈ ഫെലോഷിപ്പ് കിട്ടിയോട് കൂടിയിട്ട് എന്റെ കലാരൂപം, അതായത് ഞാൻ കെട്ടിയാടുന്ന കലാരൂപമാണ് വെള്ളാട്ട്. അപ്പൊ അത് ഇങ്ങനെ ഇപ്പോ വെള്ളാട്ടിന് നമ്മള് ഈ അതായത് സ്ത്രീകളാണോ അതോ പുരുഷന്മാരുടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുരുഷന്മാരാണ് വെള്ളാട്ട് കെട്ടിയാടാറ്. പുരുഷന്മാരാണ് വെള്ളാട്ട് കെട്ടിയാടാറ്. ഏകദേശം ഈ പാലക്കാട് ഈ വള്ളുവനാട് മേഖലയിൽ മാത്രം, അതെ, വള്ളുവനാട് മേഖലകളിൽ മാത്രമാണ് വെള്ളാട്ടുള്ളൂ. വെള്ളാട്ടുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ചെനക്കത്തൂർ അമ്പലം. ചെനക്കത്തൂർ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ഒരു ഇത് തന്നെയാണല്ലോ വെള്ളാട്ട് എന്നുള്ളത്. അല്ല, കുട്ടികളെ അല്ല, വലിയ ആൾക്കാരാണ് കെട്ടാറുള്ളത്. ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാറുള്ളത് വലിയ ആൾക്കാരാണ്, യുവാക്കളാണ് വെള്ളാട്ട് കെട്ടാറുള്ളത്. അപ്പൊ ഞാൻ വെള്ളാട്ട് കെട്ടുന്ന ഒരു കലാകാരനാണ്. അതേപോലെ കഴിഞ്ഞ കൊല്ലം ചെനക്കത്തൂർ അമ്പലത്തില് വെള്ളാട്ട് കെട്ടിയത് എന്റെ അനിയൻ, ചെറിയ +1 പഠിക്കുന്ന അനിയൻ രാഹുലാണ് കെട്ടിയത് വെള്ളാട്ട്. അപ്പോ നമ്മുടെ വലിയച്ഛന്മാരും എല്ലാവരും, എന്റെ അച്ചാച്ചനും അച്ഛമ്മയും എല്ലാവരും കൊണ്ടുനടക്കുന്ന, മുത്തച്ഛനൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു കലാരൂപം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് കുട്ടികൾക്ക് റെഡി അല്ലേ? എന്താണ് ഒരു ഉഷാറില്ലാതെ? എത്ര പേരുണ്ട് ഈ മൊത്തത്തില് കുട്ടികൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്? നാടൻപാട്ട് പഠിതാക്കൾ ഒരുപാട് പേരുണ്ട്. ഒരു 60ഓളം കുട്ടികൾ നാടൻപാട്ട് പഠിതാക്കളുണ്ട്. നാടോടി നൃത്തപ്പോ കലാരൂപങ്ങള് അവതരിപ്പിക്കുന്നത് 10 കുട്ടികള്, 10 അമ്മൂമ്മമാരും. എന്താണ് ഇങ്ങനെ ഒരു കലകൾ ഇപ്പൊ മറ്റുള്ള വ്യത്യസ്ത ഈ കലകളെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? അതായത് ഒരു പ്രചോദനം ഉണ്ടാവില്ലേ? എന്താണ് കാരണം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് എന്റെ കലാരൂപങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഏതിപ്പോ സമുദായ ബേസ് എടുക്കുന്നില്ല, നമ്മുടെ എല്ലാ ഹരിജ ജനങ്ങളുടെയും വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ആയി കഴിഞ്ഞാൽ ആ കുട്ടീനെ മോഹിനിയാട്ടം പഠിപ്പിക്കുക, ഭരതനാട്യം പഠിപ്പിക്കുക, അഷ്ടപതി പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. നമ്മുടേതായിട്ടുള്ള കലകൾ പഠിപ്പിക്കില്ല. ഉദാഹരണത്തിന് പെരുമണ്ണാൻ സമുദായക്കാരനെ ഒരു കുട്ടീനെ ഇപ്പൊ തിറ കെട്ടാൻ പഠിപ്പിക്കുന്നില്ല. പാൺ സമുദായത്തിലെ ഒരു കുട്ടീനെ നായാടിക്കളി കളിക്കാനും തുയിലുണർത്ത് പാട്ട് പാടാനും ഒന്നും പഠിപ്പിക്കുന്നില്ല. ഇതൊന്നും സത്യം പറഞ്ഞാൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സ്കൂളിൽ പോയി പഠിപ്പിക്കേണ്ട കാര്യമല്ല. ഇപ്പോ കണക്ക സമുദായത്തിൽ ഉള്ള ഒരു കുട്ടിക്ക് പോലും ഇപ്പൊ ചവിട്ടുകളി അറിയില്ല. കുട്ടികളെ കലോത്സവത്തിനൊക്കെ പങ്കെടുപ്പിക്കാണ്ടല്ലോ. കലോത്സവത്തിന് വെള്ളാട്ട് തന്നെ ചെയ്യാറുണ്ട്. വെള്ളാട്ട് മാത്രമല്ല, കലോത്സവത്തിന് എല്ലാ പാട്ടുകളും. കലോത്സവത്തിന് നാടൻപാട്ട് ഇന്ന സമുദായം എന്നില്ല. പാക്കനാർ സമുദായത്തിന്റെ, പാണ സമുദായത്തിന്റെ, പുലയ സമുദായത്തിന്റെ, മലയർ സമുദായത്തിന്റെ എല്ലാ പാട്ടുകളും പഠിപ്പിക്കാറുണ്ട്. അപ്പൊ വയനാട്ടിലത്തെ പാട്ടുകളായാലും കാസർഗോഡ് മംഗലംകളി പാട്ടുകളായാലും എല്ലാ പാട്ടുകളും ഞാൻ തന്നെ കണ്ടെത്തി, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി ലഭിച്ച്. റിസർച്ചിലാണല്ലോ സത്യം പറഞ്ഞാലേ? റിസർച്ചിലാണ്. വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. പിന്നെ ചെറുപ്പാണല്ലോ, നടന്ന് വിദ്യാർത്ഥി കൂടിയാണ്. കുട്ടികളൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട്. നല്ല ഉഷാറാണ്. എല്ലാവരും നല്ല ഉഷാറാണ്. ഇപ്പൊ കേരളത്തിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചു, നവകേരളത്തിൽ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചു, സാംസ്കാരിക വകുപ്പിന്റെ നിരവധി പ്രോഗ്രാമുകൾ ചെയ്തു. ഇപ്പൊ ഇനി കൊല്ലത്തേക്ക് പോകാൻ ഈ പേപ്പറിലും ന്യൂസിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷികളും. എന്നാലും നല്ല ഒരു സന്തോഷം തരുന്ന ഒരു അഭിമാനം കൂടിയാണ്. എന്നാലും നമുക്ക് തുടങ്ങല്ലേ കുട്ടികളുടെ അപ്പോൾ ആ ഒരു പെർഫോമൻസ് കൂടി നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ അല്ലെന്നാ? ഓക്കെ.
താനതന്തിന്ന തന്നാന തക താനതന്തിന്ന തന്നാന താനതന്തിന്ന തന്നാന തക താനതന്തിന്ന തന്നാന അമ്മ ഭഗവതി തമ്പുരാട്ടിതായേ അടിയങ്ങൾ കൈകൂപ്പി കുമ്പിടുന്നേ അമ്മ ഭഗവതി തമ്പുരാട്ടിതായേ അടിയങ്ങൾ കൈകൂപ്പി കുമ്പിടുന്നേ അങ്ങനെ ഒറ്റപ്പാലയിലെ വെട്ടിതായേ വെള്ളിക്കാറമ്പൂലെ മാടം കെട്ടി പത്തക്കിളിപ്പന്റെ നീലിപ്പന്റെ നീയെ കൗമാര പുരുഷനെ കൈവിടാതെ കാവിയോടത്തു ഞാൻ കാവോടെ പോകുമ്പോ മങ്ങൂരേ ഞാൻ ചേരോടെ പോകുമ്പോ ആറ്റിലെ ചെറുതേ കാവിയോടത്തു ഞാൻ കാവോടെ പോകുമ്പോ കാവിലെ അമ്മ വീണങ്ങൂരേ ചേലയോടത്തു ഞാൻ ചേരോടെ പോകുമ്പോ ആറ്റിലെ ചെറുതേ ഭഗവതി സർവേശ്വരി ജനക്കത്തു വാഴുന്ന അമ്മ ഭഗവതി അടിയങ്ങൾ കൈകൊട്ടി കുമ്പിടുന്നു അറിയിക്കും ഭഗവതി സർവേശ്വരി അമ്മ ഭഗവതി നിന്ന തന്നാന തക ആരാധം നിന്ന തന്നാന ആരാധം നിന്ന തന്നാന തക ആരാധം നിന്ന തന്നാന അമ്മ ഭഗവതി തമ്പുരാട്ടിതായേ അടിയങ്ങൾ കൈകൊട്ടി കുമ്പിടുന്നേ അമ്മ ഭഗവതി തമ്പുരാട്ടിതായേ അടിയങ്ങൾ കൈകൊട്ടി കുമ്പിടുന്നേ ഒറ്റപ്പാലയിലെ ഓരോ വെട്ടിതായേ വെള്ളിത്താറമ്പൂരെ മാടം കെട്ടി പത്തക്കിളിപ്പന്നെ നീലിപ്പന്നെ നീയെ കൗമാര പുരുഷനെ കൈവിടാതെ കാവിയോടത്തു ഞാൻ കാവോടെ പോകുമ്പോ കാവിലെ അമ്മ വീണങ്ങൂരേ ചേലയോടത്തു ഞാൻ ചേരോടെ പോകുമ്പോ ആറ്റിലെ ചെറുതേ ചെറുതേ ആലൊരു പേരടിക്കുന്നുണ്ട് അരികെ ഉളപ്പതു വേങ്ങശ്ശേരി വാഴും അമ്മ ഭഗവതി വേലും വാങ്ങുന്നയാട് കുമ്മിയാടി കൊണ്ടോ കുമ്മിയാടി വേലും കൊണ്ടോളം കുമ്മിയാടി കുമ്മിയാടി കണ്ടേ കുമ്മിയാടി കണ്ടേ വേലും കൊണ്ടോളം പരിഗണന